ഇത് വളരെ അപകട ഭീഷണി ഉയർത്തുന്ന ഒരു കലുങ്കാണ്. പഴവങ്ങാടി വില്ലേജ് ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ്. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ആഴമേറിയ കുഴിയിലേക്കായിരിക്കും അവർ വീഴുക. നമസ്കാരം. റാന്നി മണ്ഡലത്തിലെ ഇട്ടിയപ്പാറ അമ്മച്ചിക്കാട് റോഡിന് സമീപമാണ് ഞാൻ നിൽക്കുന്നത്. ഇത് നോക്കുക, ഈ റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വടശ്ശേരിക്കരയിലേക്കുള്ള റോഡാണ്. ഇപ്പോൾ ഈ റോഡ് നിർമ്മാണം നടക്കുമ്പോൾ ഈ പഴവങ്ങാടി വില്ലേജ് ഓഫീസിൻ്റെ ഏതാണ്ട് മുന്നിലായിട്ട് ഇത് വളരെ അപകട ഭീഷണി ഉയർത്തുന്ന ഒരു കലുങ്കാണ്. ഈ കാണുന്ന ഇവിടെ വളരെ അശാസ്ത്രീയമാണ്. ഇവിടുന്ന് ഈ കലുങ്ക് നിർമ്മിച്ചിരിക്കുന്നത് അപ്പുറത്ത് ചെല്ലുമ്പോൾ അവിടുന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്ഥലമില്ല. ഒരു കെട്ടിടത്തിൻ്റെ ചുവട്ടിലേക്കാണ് ചെല്ലുന്നത്. അവിടുത്തെ മണ്ണെടുത്ത് മാറ്റിയാൽ ആ കെട്ടിടം അപ്പാടെ ഇടിഞ്ഞു വീഴുന്ന രീതിയിലാണ്. ഈ റോഡ് നിർമ്മാണ സമയത്ത് നാട്ടുകാരിൽ പലരും ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാണ് ഇങ്ങനൊരു വിഷയം. ആ വിഷയം അന്ന് പക്ഷേ ഈ റോഡ് പണിയുന്ന അധികൃതർ അത് കേൾക്കാൻ സാധിച്ചിട്ടില്ല. തൊട്ടടുത്തുള്ള ബാർ ഹോട്ടലിൻ്റെ വേസ്റ്റ് പൈപ്പ് വരെ ഈ കലുങ്കിലേക്കാണ് വെച്ചിരിക്കുന്നത്. പഴവങ്ങാടി വില്ലേജ് ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ ഈ വില്ലേജ് ഓഫീസിലേക്ക് ആവശ്യങ്ങൾ എത്തുന്നവർ ഇതുവഴിയാണ് പോകുന്നത്. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ആഴമേറിയ കുഴിയിലേക്കായിരിക്കും അവർ വീഴുക. അതുപോലെ രണ്ട് ഭാഗത്തു നിന്നാണ് വഴിയുള്ളത്. മേളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നാലും അതിലായിട്ട് കയറിപ്പോകുന്നവരും പ്രായമായവരും അങ്ങനെ കുട്ടികളായിട്ടുള്ളവരും വന്നാൽ മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഇത് വലിയ അപകട സാധ്യതയാണ്. വലിയ താഴ്ചയേറിയ കുഴിയാണ്. ഈ കലുങ്ക് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അശാസ്ത്രീയത. നമുക്കിതാ കാണാം, ഇവിടെ ഒരു വേസ്റ്റ് പൈപ്പ് തൊട്ടടുത്തുള്ള ഒരു ബാർ ഹോട്ടലിൻ്റെ ആണെന്നാണ് പറയുന്നത്. ഈ കലുങ്കിലേക്കാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിച്ച ആൾക്കാർക്ക് നടക്കേണ്ട ഒരു വഴിയാണ്. അത് ഈ റോഡിൻ്റെ സൈഡിൽ കൂടി വരുന്ന വാഹനങ്ങളും ഇതിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ അപകട മുന്നറിയിപ്പും മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. മുകളിൽ നിന്ന് അതിശക്തമായ വെള്ളപ്പാച്ചിലുണ്ടാകുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നോക്കുക, ഈ വെള്ളം ഇവിടെ വന്നതിന് ശേഷം ഇത് ഒഴുകിപ്പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല. ഈ ഒഴുകിപ്പോകണമെങ്കിൽ ഈ ഭാഗത്ത് ആഴമേറി ഈ ഭാഗം താഴ്ത്തി ആഴം കൂട്ടി അങ്ങോട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഈ വെള്ളം ഒഴുകിപ്പോകാൻ സാധിക്കൂ. നിലവിൽ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ തന്നെ കെട്ടിക്കിടന്ന് റോഡിലേക്ക് കടന്ന് റോഡ് വീണ്ടും വെള്ളക്കെട്ടാകാനുള്ള സാധ്യതയാണ്. ഇവിടേക്കും അടുത്ത കെട്ടിടത്തിൽ നിന്നുള്ള മാലിന്യ പൈപ്പുകളും ഈ ഓടയിലേക്കാണ് താഴ്ത്തി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ ഈ മണ്ണെടുത്ത് മാറ്റിയ കെട്ടിടങ്ങൾക്ക് ബലക്ഷയം ഉണ്ടാകും. ഇത് സാമാന്യം പഴക്കം ചെന്ന കെട്ടിടമാണ്. ഇത് പുറമ്പോക്കിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ റോഡ് വികസനം വന്ന സമയത്ത് പോലും ഇത് പൊളിച്ചു നീക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ അശാസ്ത്രീയമായിട്ടാണ് കലുങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിത് ഒറ്റ ഓട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന കാഴ്ചയാണ്. മുകളിൽ നിന്നും വളരെ ശക്തമായ വെള്ളപ്പാച്ചിലാണ് മുകളിൽ നിന്നും ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടന്ന് ഈ റോഡിന്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമാകും. ഇത് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, അശാസ്ത്രീയമായിട്ടുള്ള കലുങ്ക് നിർമ്മാണം. ഇത് ഈ റോഡിന്റെ എസ്റ്റിമേറ്റും പ്ലാനും ഒക്കെ എടുത്ത സമയത്ത് തന്നെ ഇത് ചൂണ്ടിക്കാണിച്ചാണ് ഇവിടുത്തെ ഈ കലുങ്ക് ഇത് എങ്ങോട്ട് ഈ വെള്ളം ഒഴുകി പോകുന്നുള്ളത്. പക്ഷെ അത് കൂട്ടാക്കാതെ ഇവർ വീണ്ടും പൈപ്പിട്ട് ഇവിടെ പുതിയ കലുങ്ക് നിർമ്മിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. എന്തായാലും ഈ റോഡിന് തന്നെ വളരെ ഭീഷണിയായി മാറിയേക്കാവുന്ന ഒരു വെള്ളക്കെട്ടിലേക്കാണ് ഈ കലുങ്ക് നിർമ്മാണം നയിച്ചിട്ടുള്ളതെന്ന് നമുക്ക് വ്യക്തമാകും. ഈ റോഡിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റാന്നിയിൽ നിന്നും വടശ്ശേരിക്കരയിലേക്ക് പോകുന്ന റോഡാണ്. ഈ വഴിയിലാണ് റാന്നി സെന്റ് തോമസ് കോളേജ് ഉള്ളത്. നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണ്. നിലവിൽ എന്തായാലും ഈ കലുങ്ക് ഇപ്പോൾ അപകട ഭീഷണി മാത്രമല്ല, നിലവിൽ ഈ കലുങ്ക് അപകട ഭീഷണിയാണ്. അതിനൊപ്പം തന്നെ ഈ വെള്ളക്കെട്ട് വലിയൊരു വിഷയമായി മാറാനുള്ള സാധ്യതയുമുണ്ട്. ഇട്ടിയപ്പാറ വടശ്ശേരിക്കര റോഡിന്റെ പഴവങ്ങാടി ഇട്ടിയപ്പാറ അമ്മച്ചിക്കാട് റോഡിന്റെ പഴവങ്ങാടി വില്ലേജ് ഓഫീസിന്റെ മുൻവശത്തു നിന്നാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ റോഡ് പണി അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ തയ്യാറാണോ എന്നുള്ള ഒരു ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. ഇട്ടിയപ്പാറ അമ്മച്ചിക്കാട് റോഡിൽ നിന്ന് ജി വിശാഖൻ, മറുനാടൻ മലയാളി.